അമേരിക്കയെ ഇനി വിശ്വസിക്കാൻ കൊള്ളില്ലേ? വിശ്വസിച്ച് ഏൽപ്പിച്ച കോടികളുടെ സ്വർണം തിരികെ ചോദിച്ച് ജർമ്മനി. ട്രംപിന്റെ ഓരോ നീക്കങ്ങളും സഖ്യകക്ഷികളെ പോലും ഭയപ്പെടുത്തുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണത്. അമേരിക്കയിലെ ഫെഡറൽ റിസർവിന്റെ അതീവ സുരക്ഷിതമായിട്ടുള്ള ലോക്കറുകളിൽ സൂക്ഷിച്ചിരുന്ന 1236 ടൺ സ്വർണം അടിയന്തരമായി തിരിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ജർമ്മനി. ഇതിന്റെ മൂല്യം കേട്ടാൽ ആരും ഞെട്ടും. ഏകദേശം 17.78 ലക്ഷം കോടി രൂപ. ജർമ്മനിയുടെ ആകെ സ്വർണ്ണ ശേഖരത്തിന്റെ 37% വരും ഇത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കത്തിന് ജർമ്മനി മുതിർന്നത്? ഒരേ ഒരു ഉത്തരം: ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളെയും നികുതി ഭീഷണികളെയും ജർമ്മനി ഭയപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ തിരിയുകയും ഫെഡറൽ റിസർവിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ സ്വർണം അമേരിക്കയിൽ ഇരിക്കുന്നത് സുരക്ഷിതമല്ലെന്നാണ് ജർമ്മൻ സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ നേതാക്കളും വിലയിരുത്തുന്നത്. ഇത്രയധികം സ്വർണം എങ്ങനെ അമേരിക്കയിലെത്തി? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ശീതയുദ്ധ കാലഘട്ടത്തിലാണ് ജർമ്മനി തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ സ്വർണം സുരക്ഷിതമായിരിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് മാറ്റിയത്. അന്ന് സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള ഭീഷണിയായിരുന്നു കാരണം. എന്നാൽ ഇന്ന് കാലം മാറി. 2013-നും 2017-നും ഇടയിൽ ഒരു ഭാഗം സ്വർണം അവർ തിരിച്ച് എത്തിച്ചിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ളതും കൂടി അടിയന്തരമായി തിരികെ വേണമെന്നാണ് ജർമ്മൻ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള ബുണ്ടസ് ബാങ്കിന്റെ മുൻ മേധാവി ഇമ്മാനുവൽ മോൻഷും മുതിർന്ന നേതാവ് മേരി ആഗ്നസും ആവശ്യപ്പെടുന്നത്. ട്രംപിന്റെ തീരുമാനങ്ങൾ പ്രവചിക്കാൻ കഴിയില്ലെന്നും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ സ്വർണം സ്വന്തം മണ്ണിൽ തന്നെ വേണമെന്നുമാണ് ഇവരുടെ നിലപാട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന നിലയിലും ഫെഡറൽ റിസർവിന്റെ സ്വതന്ത്ര സ്വഭാവം കണക്കിലെടുത്തുമാണ് രാജ്യങ്ങൾ അമേരിക്കയെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ട്രംപ് സാമ്പത്തിക നയങ്ങളെ മറ്റു രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ആയുധമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ആ വിശ്വാസം തകരുകയാണ്. 2025-ൽ ഇറ്റലിയും സമാനമായിട്ടുള്ളൊരു നീക്കത്തിന് ശ്രമിച്ചിരുന്നു. നാളെ ട്രംപ് ഭരണകൂടം ഈ സ്വർണം മരവിപ്പിക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യില്ലെന്ന് ആർക്കും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സ്വർണം തിരിച്ചെത്തിക്കാൻ ജർമ്മൻ പാർലമെന്റ് അടിയന്തര യോഗം ചേരണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ജർമ്മനിയുടെ ഈ തീരുമാനം അമേരിക്കൻ ഡോളറിനും അവരുടെ സാമ്പത്തിക വിശ്വാസ്യതയ്ക്കും ഏറ്റ വലിയൊരു തിരിച്ചടി കൂടിയാണ്. സ്വന്തം സഖ്യകക്ഷികൾ പോലും ട്രംപിനെ ഭയന്ന് സ്വത്തുക്കൾ പിൻവലിക്കുമ്പോൾ അത് ആഗോള സാമ്പത്തിക ക്രമത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ജർമ്മനിയുടെ സ്വർണം വിട്ടുകൊടുക്കാൻ ട്രംപ് തയ്യാറാകുമോ, അതോ പുതിയൊരു തർക്കത്തിന് കൂടി ഇത് തിരികൊളുത്തുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.